ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേറ്റർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ഒരു ടോപ്പിക്കിൻ്റെ തന്നെ ബാക്കിയാണ്. അതായത് നമ്മൾ മാറ്റർ കണ്ടു, ഡാൽട്ടൺസ് അറ്റോമിക് തിയറി കണ്ടു, അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസ് കണ്ടു, പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടു. അടുത്തിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് എംപിറിക്കൽ ഫോർമുല. സോ എംപിറിക്കൽ ഫോർമുലയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. സോ എംപിറിക്കൽ ഫോർമുല ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് റേഷ്യോ, ഇപ്പോൾ ഒരു ആറ്റം അല്ല എലമെൻറ്റ്, ഇപ്പോൾ നമ്മളൊരു ഇത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ഒരു ഹോൾ നമ്പർ ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് റേഷ്യോ ആണ് നമ്മൾ പറയുന്നത്. സോ മോളിക്കുലാർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം എംപിറിക്കൽ നോക്കുകയാണെങ്കിൽ സ്മോളസ്റ്റ് ഹോൾ നമ്പർ മൾട്ടിപ്ലൈ എംപിറിക്കൽ ഫോർമുല വരുമ്പോഴത്തേക്കും. പക്ഷേ മോളിക്യൂൾ ഫോർമുല വരുമ്പോഴത്തേക്കും കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് എത്ര മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ എത്ര ഇത് കാർബൺ റിയാക്ട് ചെയ്യുന്നു അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. എക്സാക്റ്റ് ആണ് എന്ത് മോളിക്കുലർ ഫോർമുല. സോ ഇതാണ് എന്ത് എംപിറിക്കൽ ഫോർമുല. ഓക്കെ, അതായത് സ്മോളസ്റ്റ് ഹോൾ നമ്പർ മൾട്ടിപ്പിൾ വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ട് പ്രോബ്ലംസ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, a compound contains 4.07% hydrogen, 24.27% carbon and 71.65% chlorine. Its molar mass is 98.96 gram. What are the EF, empirical formula and molecular mass? പിന്നെ ഇവിടെ കുറച്ച് ഇത് തന്നിട്ടുണ്ട്. അതായത് ഹൈഡ്രജൻ്റെ മാസ് വന്നിട്ട് 1.008 ഗ്രാംസ്, കാർബൺ ആണ് 12.01 ഗ്രാംസ്, ക്ലോറിൻ ആണ് 35.453 ഗ്രാംസ്. ഓക്കെ, മോളിക്കുലർ മാസും തന്നിട്ടുണ്ട്. ഇനി കാണേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ പേഴ്സൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു, പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ കണ്ടായിരുന്നു. സോ പേഴ്സൻറ്റേജ് വെച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനെ 100 ഗ്രാംസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് പേഴ്സൻറ്റേജ് മാറ്റി നമുക്ക് 100 ഗ്രാംസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ 100 ഗ്രാംസ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് 4.07 ഗ്രാംസ് ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, പിന്നെന്താ 24.27 ഗ്രാം കാർബൺ ഉണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഒരു ക്ലോറിൻ എത്രയുണ്ട് 71.65 ഗ്രാംസ് ക്ലോറിൻ. അപ്പോൾ ഇത് മൂന്നിൻ്റെയും 100 ഗ്രാംസ് വെച്ചുള്ള ഇതാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഒറിജിനൽ കോമ്പൗണ്ട് ചിലപ്പം അതിലും കൂടാം. പക്ഷേ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് എളുപ്പത്തിൽ 100 ഗ്രാംസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ 4.07 ഗ്രാം ഹൈഡ്രജൻ, 25.27 ഗ്രാം കാർബൺ, 71.65 ഗ്രാം ക്ലോറിൻ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിനെ ഈ ഒരു മാസ് വെച്ച് ഓരോന്നിൻ്റെ മാസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഹൈഡ്രജൻ നോക്കാം. സോ ഹൈഡ്രജൻ ഇവിടെ നോക്കുവാണെങ്കിൽ ഹൈഡ്രജൻ്റെ കേസ് നോക്കുവാണെങ്കിൽ 4.07 ഉണ്ട് ഗ്രാംസ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ എന്താണ് ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് ആണ് നമ്പർ ഓഫ് മോൾസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് പറയുന്നത് 4.07, ഇവിടെ ഗിവൺ മാസ് ആണ് 4.707 ഗ്രാംസ് ഡിവൈഡഡ് ബൈ ഇവിടെ മോളിക്യൂലർ മാസ് 1.008 ആണ് ഹൈഡ്രജൻ്റെ വരുന്നത്. സോ 1.008. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. നമുക്ക് നോക്കാം അതിലേക്ക്. പിന്നെ സെക്കൻഡ് കേസാണ് കാർബൺ. കാർബണിൻ്റെ കേസിൽ 24.27 ഗ്രാംസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇത് വരുമ്പോൾ 12.01 ഗ്രാംസ് ഒന്നും വരുന്നു. അതുപോലെ തേർഡ് ഒരു ക്ലോറിൻ ആണ്. ക്ലോറിൻ എന്ന് പറയുമ്പോഴത്തേക്കും 71.65 ഗ്രാംസ് അപ്പോൺ 35.453. ഓക്കെ, ഇനി ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ഇത് ഏകദേശം 4ഉം 1ഉം അല്ലേ. സോ ഏകദേശം 4 തന്നെ വരും. ഇപ്പോൾ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ 4.04 ഗ്രാംസ് നമ്പർ ഓഫ് മോൾസ് വരുന്നത് ഹൈഡ്രജൻ്റെ കേസിൽ. കാർബൺ ആണെങ്കിൽ 2.021 മോൾസ്, അതുപോലെ ക്ലോറിൻ ആണെങ്കിൽ 2.021 മോൾസ്. ഓക്കെ, ഇത്രയും എല്ലാവർക്കും പിടി കിട്ടിയല്ലോ. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ 100 ഗ്രാം വെച്ച് ഓരോന്നിനെ റെപ്രസെൻറ്റ് ചെയ്തു. പിന്നെ ഓരോന്നിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടു. അതായത് നമ്പർ ഓഫ് മോൾസ് കാണുന്ന അറിയാം ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഓക്കെ, ഇനി
നമുക്ക് ചിലപ്പം ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഈ മോണാർ മാസ് ഒന്നും തരത്തില്ലായിരിക്കും. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാവുന്നത് ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. അപ്പം തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഇവിടെ കിട്ടിയല്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും 2.021 ആണ്. അപ്പം ഹൈഡ്രജന്റെ 4 മോൾസിനെയും ക്ലോറിന്റെയും കാർബണിന്റെയും 2.02 മോൾസിനെയും എല്ലാം ഈ 2.02 സ്മോളസ്റ്റ് നമ്പർ ഓഫ് മോൾസ് വരുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എല്ലാ ടേംസിനും ഡിവൈഡ് ചെയ്യണം. സോ അത് വരുമ്പോഴത്തേക്കും ഹൈഡ്രജൻ ഈസ് ടു കാർബൺ ഈസ് ടു ക്ലോറിൻ എന്ന് വരുമ്പോഴത്തേക്കും ഇത് ഏകദേശം ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. 2:1:1 എന്ന് വരും. കാരണം ഇതിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. അതുപോലെ 2.02നെ അത് തന്നെ ചെയ്യുമ്പോഴത്തേക്കും 1 തന്നെ വരുന്നു. അതുപോലെ ഇതിനും 1 തന്നെ വരുന്നു. ഓക്കെ, ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് റേഷ്യോ കിട്ടി. ഹൈഡ്രജൻ ഈസ് ടു കാർബൺ ഈസ് ടു ക്ലോറിൻ ഈസ് ഈക്വൽ ടു 2:1:1 എന്ന റേഷ്യോ കിട്ടി. 2:1 നിങ്ങൾ ഒന്നുകൂടെ എടുക്കാം. അതായത് ഹൈഡ്രജൻ ഈസ് ടു കാർബൺ ഈസ് ടു ക്ലോറിൻ 2:1:1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർമുല എഴുതാമല്ലോ. ഫോർമുല വരുമ്പോഴത്തേക്കും CH2Cl എന്ന് കിട്ടി. പക്ഷെ ഇതാണ് നമ്മുടെ ഫോർമുല അല്ല, ഇതാണ് ജസ്റ്റ് എംപിറിക്കൽ ഫോർമുലയാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ മാസ് തന്നിട്ടുണ്ട് 98.96 ഗ്രാംസ് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ മാസ് അവിടെ ടോട്ടൽ മാസ് ഇതല്ല, ഈ ഒരു പർട്ടിക്കുലർ അറ്റോമിക് മാസ് എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഏകദേശം എത്ര വരും? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏകദേശം ഒരു 49 റേഞ്ചിൽ വരും. ഓക്കെ, ഇത് നിങ്ങൾ 49.48 ഗ്രാംസ് എന്നാണ് ഏകദേശം വരുന്നത്. ഓക്കെ, ഇനി മോളാർ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം എത്ര നമ്പർ ഓഫ് n കണ്ടുപിടിക്കാം. സോ n എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഈ മോളാർ മാസ് ബൈ ആ ഒരു പർട്ടിക്കുലർ വെയിറ്റ് ആണ്. സോ അതെന്ന് പറയുമ്പോൾ ഏകദേശം 2 വരും. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ C2H4Cl അല്ലെങ്കിൽ CH2Cl ഡൈക്ലോറോ ഈഥൈൻ ആണ് ഈ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ പേര്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വേറൊരു എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. അപ്പം ബെൻസോയിക് ആസിഡ് is a food preservative. It contains 68.8% carbon, 5% hydrogen and 26.2% oxygen. What is the empirical formula? So ഇവിടെ empirical formula മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഇത് ഹോൾ ആദ്യം 100 ഗ്രാംസിൽ കൺസിഡർ ചെയ്യാം. 100 ഗ്രാം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും 68.8% അല്ലെങ്കിൽ 8 ഗ്രാംസ് എന്താണ്? കാർബൺ ആണ്. 5 ഗ്രാംസ് എന്താണ്? ഹൈഡ്രജൻ ആണ്. 26.2 ഗ്രാം ഓക്സിജൻ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ വേറെ മോളിക്കുലർ മാസ് ഒന്നും തന്നിട്ടില്ല. സോ ഇതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള മോളിക്കുലർ മാസ് നമുക്ക് എടുക്കാം. ആക്യുറേറ്റ് ആയിട്ട് അത്രയും പോകേണ്ട ആവശ്യമില്ല. സോ കാർബൺ നോക്കുക, നമ്പർ ഓഫ് മോൾസ് നോക്കാം. നമ്പർ ഓഫ് മോൾസ് given mass by molar mass. കാർബണിന്റെ കേസിൽ 68.8/16 12 വരും. അതുപോലെ ഹൈഡ്രജന്റെ കേസിൽ 5/1 എന്ന് വരും. അതുപോലെ ഓക്സിജന്റെ കേസിൽ 26.2/2 എന്ന് വരും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഏകദേശം 5.7 വരും. അതുപോലെ ഇത് ചെയ്യുമ്പോൾ 5, അതുപോലെ 26.2 ഏകദേശം 1.7 റേഞ്ചിലൊക്കെ വരും. ഓക്കെ,
ഇനി എന്താ കാണുന്നത് ചോദിച്ചാൽ ഇതിനകത്തെ സ്മോളസ്റ്റ് വാല്യൂ വെച്ച് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സോ സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.7 ആണ്. സോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ഇതിനെയൊക്കെ ഡിവൈഡ് ചെയ്യുമ്പം 5.7 ഒക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 3.3 എന്ന് വരും. സോ കാർബൺ ഈസ് ടു ഹൈഡ്രജൻ ഈസ് ടു ഓക്സിജൻ എന്ന് പറയുമ്പോഴത്തേക്കും 3.3 ഈസ് ടു ഇതിനെ ഡിവൈഡ് ചെയ്യണം. സോ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 3 അല്ല 2.5 ആ റേഞ്ചിൽ വരും. സോ നമുക്ക് 3 എന്ന് എഴുതാം. ഓക്സിജൻ വരുമ്പോഴത്തേക്കും 1 വരും. സോ ഇത് ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ അല്ല. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എല്ലാ നമ്പറിനെയും ഇൻറ്റു 2 വെച്ച് ചെയ്യണം. സോ ഇതെന്ന് പറയുമ്പോൾ 3.3 ഇൻറ്റു 2 ആണ്. ഏകദേശം നമുക്ക് 3.5 ആയിട്ട് അസ്യൂം ചെയ്യാം. സോ 3.5 ആയിട്ട് അസ്യൂം ചെയ്യുമ്പോഴത്തേക്കും 7C7H6O2 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഒരു പർട്ടിക്കുലർ എംപറിക്കൽ ഫോർമുല വരുന്നത്. അപ്പോൾ ഇത്രയാണ് എംപറിക്കൽ ഫോർമുല വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ ഇതിനെ ഇൻറ്റു 2 ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി മോളിക്കുലർ മാസ് കിട്ടുന്നു. സോ ഇത്രയാണ് വീഡിയോ പറയുന്നത്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.